കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമം CNN ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ US ആണെന്ന് അവകാശപ്പെടുന്നതായിരുന്നു ആ റിപ്പോർട്ട്. തുടക്കത്തിൽ അയഞ്ഞ നിലപാടുമായി മുന്നോട്ട് പോയ US ശനിയാഴ്ച വൈകിട്ട് വെടിനിർത്തൽ തികച്ചും നാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പിന്നിൽ US ആണെന്ന അവകാശവാദവും ട്രംപ് ഉയർത്തി. പിന്നാലെ പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വെടിനിർത്തൽ പ്രഖ്യാപനവുമായി എത്തി. എന്നാൽ വെടിനിർത്തലിൽ USൻ്റെ പങ്കിനെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല. അതോടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള പതിവ് തന്ത്രമാണ് ട്രംപ് പ്രയോഗിച്ചതെന്ന സംശയം ബലപ്പെട്ടു. പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ചയും, വെടിനിർത്തൽ അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. അതിനൊപ്പം കശ്മീർ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ US സന്നദ്ധരാണെന്നും അറിയിച്ചു. ഈ പരാമർശം ഇന്ത്യയുടെ നയത്തിനെതിരാണ്. അതിനിടെയാണ് CNN റിപ്പോർട്ട് പുറത്തു വന്നത്. വെള്ളിയാഴ്ച USന് ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് വിവരം ലഭിച്ചെന്നാണ് CNN റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ടു. ഈ റിപ്പോർട്ടാണ് ഇന്ത്യ പാക് വിഷയത്തിൽ USനെ ഇടപെടാൻ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടെന്നും CNN അവകാശപ്പെട്ടു. റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ: അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചപ്പോൾ വാൻസ്, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന US ഉദ്യോഗസ്ഥരുടെ സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം നിരീക്ഷിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ വിവരം അറിയിച്ചു. തുടർന്നാണ് വാൻസ് മോദിയുമായി ബന്ധപ്പെട്ടത്. ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ സെൻസിറ്റീവ് സ്വഭാവം കാരണം USന് ലഭിച്ച റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കാൻ US ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചെന്നും CNN റിപ്പോർട്ടിൽ പറയുന്നു. വാരാന്ത്യത്തിൽ സ്ഥിതിഗതികൾ വഷളാകാൻ സാധ്യതയുണ്ടെന്ന് വാൻസ് പ്രധാനമന്ത്രി മോദിയെ അറിയിച്ചെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു. പാകിസ്ഥാനുമായി നേരിട്ട് സംസാരിക്കാനും സംഘർഷം ലഘൂകരിക്കാനുമുള്ള നടപടികളെക്കുറിച്ച് ചിന്തിക്കാനും വാൻസ് മോദിയോട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ആശയവിനിമയം നടത്തിയില്ലെന്നാണ് അമേരിക്ക കരുതുന്നത്. ആണവായുധങ്ങളുള്ള അയൽക്കാരായ രാജ്യങ്ങളെ ചർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും USന് ബോധ്യപ്പെട്ടെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായി CNN റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ അംഗീകരിക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളെക്കുറിച്ചും വാൻസ് മോദിയുമായി സംസാരിച്ചു. പിന്നാലെ റൂബിയോയും മറ്റു ഉദ്യോഗസ്ഥരും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ആശയവിനിമയം നടത്തി. രാത്രി മുഴുവൻ റൂബിയോയും ഉദ്യോഗസ്ഥരും ഇരു രാജ്യങ്ങളുമായും ചർച്ച തുടർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുമ്പോൾ മറ്റൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചു. വാൻസിന് മോദി നൽകിയ മറുപടി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമാബാദ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തവും കൂടുതൽ വിനാശകരവുമായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടിയെന്നാണ് മോദി JD വാൻസിന് മറുപടി നൽകിയതെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് മെയ് 7-നാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ നടപടി ആരംഭിച്ചതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിദേശകാര്യമന്ത്രിമാരുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആശയവിനിമയം നടത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ പാകിസ്ഥാൻ സൈനിക നടപടിക്കും കൂടുതൽ ശക്തമായ പ്രതികരണം ഇന്ത്യ നടത്തുമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവർത്തിച്ചെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് പേര് വെളിപ്പെടുത്താത്ത സോഴ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. S ജയശങ്കർ ആശയവിനിമയം നടത്തിയവരിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിൽ കഴിയുന്ന ഭീകരർക്കെതിരെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിനൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. മധ്യസ്ഥതയ്ക്ക് US ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷികളുടെ പങ്കില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. 48 മണിക്കൂർ നേരം ഇരു രാജ്യങ്ങളുമായും ചർച്ച നടത്തിയെന്നും മധ്യസ്ഥ ചർച്ചകൾക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നേതൃത്വം നൽകിയെന്നുമാണ് USൻ്റെ അവകാശവാദം. പാകിസ്ഥാൻ്റെ ആവശ്യപ്രകാരമാണ് വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. വൈകിട്ട് വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, US-ൻ്റെ മധ്യസ്ഥ ശ്രമം പരാമർശിച്ചതേയില്ല.
പാക് DG മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യൻ DG മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ചിരുന്നുവെന്നും കര, നാവിക, വ്യോമ മേഖലകളിൽ വെടിവയ്പും സൈനിക നടപടികളും അന്ന് 5 മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്നുമാണ് വാർത്താസമ്മേളനത്തിൽ വിക്രം മിശ്രി പറഞ്ഞത്. പിന്നാലെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിൻ്റെ എക്സ് കുറിപ്പിലും US-ൻ്റെ മധ്യസ്ഥ ശ്രമത്തെപ്പറ്റി പരാമർശിക്കുന്നില്ല. വെടിവയ്പും സൈനിക നടപടിയും നിർത്തലാക്കുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിച്ചേർന്നു. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തുന്നുണ്ട്. അതങ്ങനെ തന്നെ തുടരും. ഇങ്ങനെയാണ് ജയശങ്കർ എക്സിൽ കുറിച്ചത്.